ശാന്തമായി ഒഴുകിയ ജീവിതം കുത്തിയൊലിച്ചൊഴുകാൻ തുടങ്ങിയത് എപ്പോഴാണ്? വിധി എന്നെയും ചേർത്ത് പിടിച്ച് ദിശ മാറി ഒഴുകുകയായിരുന്നു. ജീവ, ജീവ, ജയ് ഹിന്ദ് സാബ്. ജയ് ഹിന്ദ്. എല്ലാം റെഡിയാണല്ലോ? റെഡിയാണ് സാബ്. സത്യം വധ ധർമ്മം ചര, ഇതാണ് ഓരോ സൈനികന്റെയും ആത്മാവിൽ ഉരുവിടേണ്ട ആപ്തവാക്യം. നാം നിരന്തരം നമ്മുടെ അയൽ രാജ്യത്തിന്റെ ആക്രമണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നു. ശക്തമായ നമ്മുടെ പ്രതിരോധങ്ങളിൽ അവർ തകർന്നു പോവുകയും ചെയ്യുന്നുണ്ട്. യുദ്ധം അതിന്റെ ആസന്ന നിമിഷങ്ങളിലേക്ക് അടുക്കുകയാണ്. അപ്പോഴാണ് ഒരു രാജ്യത്തിന്റെ സുരക്ഷാബോധത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് നായിക് പ്രശാന്ത് ഒരു രാജ്യദ്രോഹിയാണെന്ന് ആരോപിക്കപ്പെടുന്നത്. നായിക് പ്രശാന്തിനെ കോർട്ട് മാർഷലിന് ഞാൻ വിധേയനാക്കുന്നു. നായിക് പ്രശാന്ത്, ആരോപണം നിങ്ങൾ സമ്മതിക്കുന്നു? ഗിൽറ്റി ഓർ നോട്ട് ഗിൽറ്റി? ഞാനത് നിഷേധിക്കുന്നു. കോർട്ട് ഓഫ് എൻക്വയറിയിൽ ഇന്ത്യൻ ആർമി ആക്ട് സെക്ഷൻ 63, സെക്ഷൻ 69 അനുസരിച്ച് നായിക് പ്രശാന്ത് കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടതിനാൽ ഡിസ്ട്രിക്ട് കോർട്ട് മാർഷൽ ആരംഭിക്കുന്നു. ലഫ്റ്റനന്റ് കേണൽ രവികുമാർ, താങ്കളാണ് ഗവൺമെന്റ് പ്രീഡർ. തുടങ്ങിക്കോളൂ. താങ്ക് യു സർ. ദേശീയ ശ്രദ്ധ ആകർഷിച്ച പത്രങ്ങളും ചാനലുകളും റിപ്പോർട്ട് ചെയ്ത വലിയ ക്രൈം, ഒറ്റുകാരൻ സർ നായക് പ്രശാന്ത് ഒറ്റിയിരിക്കുന്നത് ഒരു വ്യക്തിയെയല്ല, ഒരു രാജ്യത്തെയാണ്. മാപ്പർഹിക്കാത്ത കുറ്റം. ആദ്യ വിറ്റ്നസ് ഹൗൽദാർ ജെവിയെ വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രൊസീഡ് ലഫ്റ്റനന്റ് കേണൽ രവികുമാർ. ആ കുഞ്ഞിനെ പ്രശാന്തിന്റെ കയ്യിൽ ആദ്യം കണ്ടത് നിങ്ങളല്ലേ? ആമാ സാബ്. അതൊരു ഡസ്റ്റ്ബിൻ ബേബിയാണെന്ന് പറയുന്നത് ശരിയാണോ? അത് എനിക്ക് തെരിയില്ല സാബ്. നിങ്ങൾ നായക് പ്രശാന്തിന്റെ കയ്യിൽ കുഞ്ഞിനെ കാണുന്നത് ഡസ്റ്റ്ബിനിൽ നിന്നും കുഞ്ഞിനെ എടുക്കുമ്പോഴാണ് എന്ന് പറയുന്നത് ശരിയല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അന്നേ ദിവസം ഡസ്റ്റ്ബിൻ അങ്ങ് ഇല്ലായിരുന്നു സാബ്. ഞാൻ പാക്കുമ്പോൾ ഏതോ ഒരു പെണ്ണ് ഓടിപ്പോകരുതോ, പിന്നെ പാക്കുമ്പോൾ പ്രശാന്തിന്റെ കയ്യിൽ ആ കുളന്തയുമായിരുന്നു സാബ്. എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനെ സിറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കണം. യെസ്, കം ഓൺ, ഗോ ഫാസ്റ്റ്. இந்த பேபி எப்படி டெஸ்டினிக்குள்ளே வந்தா? സുബേദാർ മേജർക്ക് റിപ്പോർട്ട് ചെയ്യാം. எதுக்கு? நம்ம மிஸ்டேக் എന്ന് പറഞ്ഞ് പണിഷ്മെന്റ് കിടക്കൂ. ഞാനാണെങ്കിൽ നാട്ടിൽ പോവർക്ക് ലീവ് അപ്ലൈ பண்ணிருக்கு. നാശം പോയാച്ചല്ലേ. நீ ஏதாவது ஆகட்டும். அப்படி இல்லடா, கடவுள் காப்பாத்திருக்கு என்னதான் சொன்னது. பரவாயில்லை, அந்த பேபி രക്ഷപ്പെടും. ஓகே. अभी जो एक बच्चे को लेके आए थे. आप बच्चे को कोने भाई? ഞാനൊരു നായിക്കാണ്. ഒരു ഡസ്റ്റ്ബിനിൽ നിന്ന് എനിക്ക് ആ കുഞ്ഞിനെ കിട്ടിയത്. ഞാൻ ആ കുഞ്ഞിനെ ഇവിടേക്ക് കൊടുത്തയച്ചത്. കുഞ്ഞ് അണ്ടർവെയിറ്റ് ആണ്. എപ്പോൾ എന്തു വേണേലും സംഭവിക്കാം. വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണം. നമ്മുടെ അശ്രദ്ധ കൊണ്ട് ആ കുഞ്ഞിനൊന്നും സംഭവിക്കരുത് സർ, പ്ലീസ്. ഓക്കെ, ട്രീറ്റ്മെന്റ് തുടങ്ങാം. ബട്ട് വലിയ ക്യാഷ് ചെലവ് വരും. തുടക്കത്തിൽ റിസപ്ഷനിൽ ഒരു 25,000 അടച്ചോളൂ. ഒന്നോർക്കണം, അതിവിടെ ചെലവാകുന്നതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഓക്കെ? സുബേദാർ മേജർ രാംദാസ് സാബ്, താങ്കൾ എന്തിനാണ് നിയമലംഘിക്കാൻ കൂട്ടുനിന്നത്? നായക് പ്രശാന്തിന്റെ ഒരു നുണക്കഥയിൽ വീണുപോകാൻ മാത്രം ദുർബല മനസ്സുള്ള ഒരാളാണോ SM സാബ്? പറയൂ, എന്തിനാണ് കുഞ്ഞിനെ മിലിറ്ററി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്? അത് നായിക് പ്രശാന്ത് പറഞ്ഞത് അതൊരു സൈനികന്റെ സിസ്റ്ററുടെ കുഞ്ഞാണെന്നാണ്. ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ ഒരു പട്ടാളക്കാരന്റെ ധർമ്മം. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് നായിക് പ്രശാന്ത് എന്നെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നെന്ന്. സുബേദാർ മേജർ രാംദാസ് സാബിനോടുള്ള എന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞു സർ. ഇനി
ഡിഫൻസ് ലോയർക്ക് ചോദിക്കാം. താങ്ക് യു സർ. എസ് സാബ്, താങ്കൾ എന്തിനാണ് ഇങ്ങനെ വിയർക്കുന്നത്? നോ സാബ്, ഞാൻ വേർക്കെന്ന് ആര് പറഞ്ഞു? ഓക്കെ, എപ്പോ സത്യം ലംഘിക്കപ്പെടുന്നുവോ അതിനെയാണ് അസത്യമെന്ന് പറയുന്നത്. താങ്കൾ പറഞ്ഞുവല്ലോ, ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു സൈനികന്റെ ധർമ്മമാണെന്ന്. ആ ധർമ്മം നിറവേറ്റുന്നതിന് വേണ്ടി പറയുന്ന ഒരു കാര്യം അസത്യമായാലും അത് ന്യായീകരിക്കപ്പെടും. Am I right, sir? ഡിഫൻസ് ലോയർ മേജർ രാംദേവ്, താങ്കൾ കോർട്ടിന്റെ സമയം നഷ്ടപ്പെടുത്തരുത്. ചോദിക്കാനുള്ളത് ചോദിക്കുക. ഐ എം സോറി സർ. നായിക് പ്രശാന്ത് പറഞ്ഞൊരു കളവ് തെറ്റിദ്ധരിച്ച് ചെയ്തു പോയത് വലിയൊരു തെറ്റല്ല എന്ന് ഇദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. തെറ്റും ശരിയും തീരുമാനിക്കുന്നത് നിയമങ്ങളാണ്. നിയമങ്ങൾ ലംഘിക്കുന്നത് ശിക്ഷിക്കപ്പെടേണ്ട കുറ്റമാണ്. റൈറ്റ് സർ, യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. എങ്കിൽ താങ്കളും ശിക്ഷിക്കപ്പെടാൻ അർഹനല്ലേ എസ് എം സാർ? താങ്കൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളത് സാങ്കേതികം മാത്രമാണ്. അങ്ങനെയെങ്കിൽ കുറ്റം ചെയ്തിരിക്കുന്നത് നായിക് പ്രശാന്തും താങ്കളും ഒന്നിച്ചാണ്. നോ, മേജർ രാംദേവ് സാബ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാനത് ചെയ്തത് മേജർ ശ്രീകുമാർ സാബിന്റെ നിർദ്ദേശപ്രകാരമാണ്. സാബ്, നായിക് പ്രശാന്തിന്റെ ഇൻഫർമേഷനാണ്. അണ്ടർവെയ്റ്റ് ആയ ഒരു കുഞ്ഞിനെ മിലിറ്ററി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനാണ്. ആ കുഞ്ഞ് ഒരു സൈനികന്റെ സിസ്റ്ററുടേതാണ് സാബ്. ഷുവർ, എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ഞാൻ ഡ്യൂട്ടി ഡോക്ടറെ വിളിക്കാം. ജയൻ സാബ്, ഐ എം മേജർ ശ്രീകുമാർ. സാബ്, ഒരു ഹെൽപ്പ് വേണം. വളരെ ക്രിട്ടിക്കലായ ഒരു കേസ് വരാൻ പോകുന്നു. ഒരു ചെറിയ കുഞ്ഞാണ്. യെസ്, ഞാൻ ചെയ്യാം. ബട്ട് MH കമാൻഡർ ബ്രിഗേഡിയർ ചൗഹാൻ സാബിന് പെർമിഷൻ കിട്ടിയാൽ നോ പ്രോബ്ലം. ഞാൻ സാബിനെ വിളിച്ച് പറയാം. യെസ്. ജയ് ഹിന്ദ് സാബ്, ഐ എം മേജർ കണ്ണൻ, ഡ്യൂട്ടി മെഡിക്കൽ ഓഫീസർ. സാബ്, നമ്മുടെ നായക് പ്രശാന്തിന്റെ റിക്വസ്റ്റ് ആണ്. അവന്റെ ഫ്രണ്ടിന്റെ സിസ്റ്ററുടെ ന്യൂ ബോൺ ബേബിക്ക് MHL എമർജൻസി ട്രീറ്റ്മെന്റ് വേണം. ഷാൽ ഐ അഡ്മിറ്റ് സാബ്? No problem, no problem. Admit the child. മേജർ ശ്രീകുമാർ, താങ്കൾ ചെയ്ത മനുഷ്യത്വപരമായ ഇടപെടലിന് അഭിനന്ദനങ്ങൾ. ആ കുഞ്ഞ് സൈനികന്റെ സിസ്റ്ററുടെ കുഞ്ഞല്ല എന്ന് മനസ്സിലായപ്പോൾ എന്താണ് താങ്കൾ എടുത്ത ആക്ഷൻ? SM സാബ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ നായക് പ്രശാന്തിന്റെ ടെന്റ് ഞങ്ങൾ റെയ്ഡ് ചെയ്തു. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ആ ടവൽ കിട്ടിയത്. അതൊരു പാക് മെയ്ഡ് ടവലായിരുന്നു. മേജർ ശ്രീകുമാറിനോട് എന്റെ ചോദ്യങ്ങൾ അവസാനിച്ചു സർ. ഇനി ഡിഫൻസ് ലോയർക്ക് ചോദിക്കാം. സർ, താങ്കൾ ചെയ്തത് മഹത്തായ ഒരു ജീവകാരുണ്യമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാബ്. എങ്ങനെയാണ് നായിക് പ്രശാന്ത് പറഞ്ഞത് അസത്യമാണെന്ന് താങ്കൾക്ക് മനസ്സിലായത്? കുഞ്ഞിന്റെ അമ്മയല്ലേ? കുഞ്ഞ് വല്ലാതെ കരയുന്നുണ്ട്. മറ്റൊന്നും കൊടുക്കാൻ കഴിയില്ല. ചെന്നു പാല് കൊടുക്കൂ. അത് പെട്ടെന്ന്. എന്താ നോക്കി നിൽക്കുന്നേ? വരൂ. മാഡം, അതെനിക്ക് കഴിയില്ല. വാട്ട്? എന്താ നിങ്ങളീ പറയുന്നത്? അത് ഇവളാ കുഞ്ഞിന്റെ അമ്മയല്ല. ആ കുഞ്ഞിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ പറയേണ്ടി വന്നത്. നിങ്ങൾ എന്ത് മണ്ടത്തരാണ് ഈ ചെയ്തത്? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമുണ്ടോ? എനിക്കിത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ക്ഷമിക്കണം. പ്രശാന്ത്, സിസ്റ്ററാണ് അത് റിപ്പോർട്ട് ചെയ്തത്. ഗുഡ്. താങ്കൾ അപ്പൊ തന്നെ പോയി റെയ്ഡ് ചെയ്തു അല്ലേ? അതെ. മേജർ ശ്രീകുമാർ എന്നു മുതലാണ് അസത്യം പറയാൻ തുടങ്ങിയത്? വാട്ട്? ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ചോദിക്കാം. ഐ റിപ്പീറ്റ്. സിസ്റ്റർ അത് റിപ്പോർട്ട് ചെയ്ത ഉടനെ താങ്കൾ റെയ്ഡ് ചെയ്തോ? ഉടനെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മേജർ രാംദേവ് മേജർ ശ്രീകുമാറിനെ കൺഫ്യൂസ്ഡ് ആക്കുകയാണ്. റെയ്ഡ് എപ്പോൾ ചെയ്താൽ എന്താ? അവിടെ നിന്ന് കിട്ടിയത് കുഞ്ഞിനെ പുതപ്പിച്ച ലാഹോർ മെയ്ഡ് ടവലും പിന്നെ മിലിറ്ററി ഫോഴ്സിന്റെ ചില നിർണായക രേഖകളുമാണ്. നായക് പ്രശാന്ത് ഒറ്റുകാരനാണെന്ന് തെളിയിക്കാൻ ഇത് മാത്രം മതി. പിന്നെന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ച് കോർട്ടിന്റെ സമയം കളയുന്നത്? സ്റ്റോപ്പ് ഇറ്റ്. ലഫ്റ്റനന്റ് കേണൽ രവികുമാർ, എന്ത്, ആര്, എപ്പോൾ എന്നൊക്കെ ഇവിടെ നിശ്ചയിക്കുന്നത് പ്രിസൈഡിംഗ് ഓഫീസറായ ഞാനാണ്. മനസ്സിലായോ? യെസ് സർ. മേജർ ശ്രീകുമാർ, താങ്കൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. യു ഹാവ് ടു ആൻസർ മൈ ക്വസ്റ്റ്യൻ. താങ്കൾ അത് അറിഞ്ഞ ഉടനെ റെയ്ഡ് ചെയ്തോ? അതിന്റെ ശരിയായ രേഖകൾ എന്റെ കയ്യിലുണ്ട്. ഉടനെയല്ല, അല്പ ദിവസത്തിന് ശേഷം. എന്ന് പറഞ്ഞാൽ ബോർഡറിൽ പാക് അറ്റാക്ക് ഉണ്ടായ അന്ന് രാത്രി. അന്നു രാത്രി തന്നെ. അതിനുള്ള കാരണം എന്തായിരുന്നു? ശത്രുരായത്തിന്റെ അറ്റാക്ക് ഉണ്ടായപ്പോൾ അതിന് ഈ കുഞ്ഞുമായി ബന്ധമുണ്ടെന്ന് മേജർ ശ്രീകുമാറിന് തോന്നി. അതാണ് അതിന്റെ കാരണം. ഓ, വെളിപാട്. ഞാൻ താങ്കളെയും ഈ വിറ്റ്നസ് ചെയറിലേക്ക് വിളിക്കും.
അപ്പോൾ മാത്രം എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മതി. ഇപ്പോൾ എന്റെ ചോദ്യം മേജർ ശ്രീകുമാറിനോടാണ്. അന്ന് നമ്മുടെ സൈനികർക്ക് വെടിയേറ്റ ദിവസം ആ രാത്രി മറ്റൊന്നുകൂടി സംഭവിച്ചു. അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ഓർമ്മ വരുന്നില്ലല്ലേ? ഇല്ലെങ്കിൽ ദാ നായിക് പ്രശാന്ത് ഓർമ്മപ്പെടുത്തും. പറയൂ, അന്ന് എന്താണ് സംഭവിച്ചത്?